പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിൽ അധിക ആളുകളും ഒരു പ്രാവശ്യമെങ്കിലും ഓൺലൈനായി സാധന സാമഗ്രികൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവും. ഒരു പ്രാവശ്യമെങ്കിലും ഒന്നാലോചിച്ച് നോക്കി, എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും നമ്മുടെ കയ്യിൽ അതെത്താൻ? മിനിമം 4, 5, 6, 7, അതിൽ കൂടുതൽ സമയം എടുത്ത ആളുകളുമുണ്ട്. ചില ആളുകളുടെയെങ്കിലും സാധനങ്ങൾ ടാമ്പേർഡ് ആവുകയോ കുറച്ചൊക്കെ ഡാമേജ്ഡ് ആവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. പലപ്പോഴും പല സാധനങ്ങളും ഓർഡർ ചെയ്യുമ്പോൾ എക്സൈറ്റ്മെന്റ് കൊണ്ട്, താല്പര്യം കൊണ്ട്, ആവേശം കൊണ്ട് അതിപ്പം തന്നെ കയ്യിൽ കിട്ടിയെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ നമ്മുടെ കയ്യിൽ വന്നെത്താൻ എടുക്കുന്ന ടൈം ഇങ്ങനെ ആവേശത്തോടെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു മനസ്സും ഉണ്ടാവും അല്ലേ? നോക്ക്, നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് നമ്മുടെ കയ്യിലെത്താൻ, സാധന സാമഗ്രികൾ കയ്യിലെത്താൻ 1 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂർ, ഈ സമയത്തിനുള്ളിൽ നമ്മുടെ കയ്യിൽ സാധനങ്ങൾ എത്തുന്ന ഒരു സംവിധാനം വരുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സന്തോഷകരമായ സന്ദർഭത്തെക്കുറിച്ച് അല്ലേ? നോക്ക്, 2016 ഒരു രസകരമായ ചർച്ച നടന്നു. CNBC പോലുള്ള പ്രമുഖ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു. ആമസോൺ കമ്പനിയിൽ നിന്നുള്ളതായിരുന്നു ആ വാർത്ത. അവർ ഈ ഫ്ലൈയിങ് വേ ഹൗസസിനെ കുറിച്ച് ചിന്തിക്കുന്നു. എന്ത് ഈ ഫ്ലൈയിങ് വേ ഹൗസസ്? ആകാശത്ത് കൂടി പറന്ന് നടക്കുന്ന ചെറിയ ക്രാഫ്റ്റുകളിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധന സാമഗ്രികൾ ഡ്രോണുകളുടെ സഹായത്തോടെ അത് ആവശ്യപ്പെടുന്ന ഉപഭോക്താവിൻ്റെ കയ്യിൽ മണിക്കൂറുകൾക്കകം എത്തിച്ചേരുന്ന ഒരു സിസ്റ്റം. അതിനു വേണ്ടി, ആ ഒരു സിസ്റ്റം നടപ്പാക്കാൻ വേണ്ടി അൺമാൻഡ് അങ്ങനെ ഒരു സിസ്റ്റം നടപ്പാക്കാൻ വേണ്ടി അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്നൊരു സാധനത്തിന് ആമസോൺ കമ്പനി പേറ്റന്റ് എടുക്കുകയും ചെയ്യാം. ആ ഒരു വാഹനത്തിൽ നിന്ന് ഡ്രോണുകൾ വഴി സാധനങ്ങൾ എത്തിക്കുക, ഇതൊക്കെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ചർച്ച തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? എന്തുകൊണ്ടായിരിക്കും ആമസോൺ അങ്ങനത്തെ ഒരു ചർച്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനത്തെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ ഒരു ഫ്ലൈയിങ് വേ ഹൗസസിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്തിട്ടുണ്ടാവുക? എന്നാലോചിക്കുക. ഒന്ന്, ഈ ഒരുപാട് കല്ലും മണ്ണും സിമൻറ്റൊക്കെ കൂട്ടി വിഭവങ്ങൾ സമാഹരിച്ച് വലിയ എടുപ്പുകളും ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ടാക്കി സാധന സാമഗ്രികൾ സൂക്ഷിച്ചു വെക്കുന്ന പഴഞ്ചൻ രീതികൾ ഇല്ലാതാവാം. ദെൻ അതോടൊപ്പം സുരക്ഷിതമായി സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ പറ്റുക, ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും ആളുകളുടെ കയ്യിലേക്ക് അവർ ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തിക്കുക, ട്രാൻസ്പോർട്ടേഷനും ലോജിസ്റ്റിക്സിനും വേണ്ടി വരുന്ന ചെലവുകൾ കുറക്കുക. ഇത്തരം ആവശ്യങ്ങൾ, ഇത്തരം റിക്വയർമെൻറ്റുകൾ, ഇത്തരം ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കാം ആമസോൺ ഒരു പക്ഷേ ഇത്തരം ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവാം. സത്യത്തിൽ ഞാൻ ഈ വിഷയം പറയാനല്ല ഇങ്ങനെ പരത്തി പറഞ്ഞത്. ഈ സംവിധാനങ്ങൾക്കിടയിൽ ഉപഭോക്താവിനും ഈ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളോ അതല്ലെങ്കിൽ അതിന് സമാനമായ വലിയ ക്രാഫ്റ്റുകളോ, ആകാശത്ത് കൂടി പറന്നു നടക്കുന്ന ക്രാഫ്റ്റുകളോ, അതിൽ നിന്ന് സാധനങ്ങൾ ശേഖരിച്ച് ഉപഭോക്താവിൻ്റെ കയ്യിലേക്ക് എത്തിക്കുന്ന ഡ്രോണുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഡ്രോണുകൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്ന എന്താ? കല്യാണ ഷൂട്ടിങ്ങുകൾ, വലിയ പ്രോഗ്രാമുകളുടെ ഷൂട്ടിംഗ്, കൂടി വന്നാൽ സിനിമയിൽ ഷൂട്ട് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഡ്രോണുകളുടെ ഉപയോഗത്തെക്കുറിച്ച് വളരെ മനോഹരമായ ചിത്രങ്ങളൊന്നും നമ്മുടെ മനസ്സിലില്ല. അതൊക്കെ മാറാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഡ്രോണുകളുടെ ആവശ്യം കൂടുന്നു, ഡ്രോണുകൾ പറത്തുന്ന ആളുകളുടെ ആവശ്യം കൂടുന്നു, അവരുടെ റിക്വയർമെൻറ്റ് കൂടുന്നു എന്നതാണ് വരാൻ പോകുന്ന സാങ്കേതിക മാറ്റത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖം. അതായിരിക്കും. നോക്ക്, യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡ്രോണുകൾ ഉപയോഗിക്കുക, യുദ്ധമുഖത്ത് സാധന സാമഗ്രികൾ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ഡ്രോണുകൾ യൂസ് ചെയ്യുക. ഇനി യുദ്ധം ചെയ്യാൻ പോലും ഡ്രോണുകൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കി. കൃഷി സംബന്ധമായ ആവശ്യങ്ങൾക്ക് പെസ്റ്റിസൈഡ്സ് തളിക്കുന്നതിനും അത് വീക്ഷിക്കുന്നതിനുമായിട്ട് ഡ്രോണുകൾ ഉപയോഗിക്കുക. ദെൻ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡായിട്ട് ഡ്രോണുകൾ ഉപയോഗിക്കുക, യാത്രാ വാഹനങ്ങളായിട്ട് ഡ്രോണുകൾ ഉപയോഗിക്കുന്നൊരു അവസ്ഥ. ആരും ഇല്ലാതെ, ആരുടെയും പ്രത്യേക പൈലറ്റുകളുടെയോ അത് ഉപയോഗിക്കുന്ന പറത്തുന്ന ആളുകളുടെയോ സഹായമില്ലാതെ, കൺട്രോൾ ചെയ്യുന്ന ഒരാൾ അതിനുള്ളിൽ ഇല്ലാതെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ആകാശ വാഹനത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അത്തരം ഒരു സാധനമാണ് ഡ്രോണുകൾ എന്നറിയപ്പെടാൻ. ഇനി ഭാവിയിൽ അങ്ങനെയാണ് ഡ്രോണുകൾ ഉപയോഗിക്കപ്പെടാൻ പോകുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ 1,00,000-ലക്ഷത്തിലധികം ആളുകളുടെ ആവശ്യമുണ്ട്. ഡ്രോൺ ഉപയോഗിക്കുന്ന, അത് കൺട്രോൾ ചെയ്യുന്ന പൈലറ്റുമാരുടെ ആവശ്യമുണ്ട്. പക്ഷേ
ഇന്ത്യയിൽ ആകെ ഉള്ളത് എൻ്റെ അറിവിൽ ഇതുവരെ 6000-ത്തിനടുത്ത് മാത്രമേ ഡ്രോൺ പൈലറ്റുമാരുള്ള അവരറിയപ്പെടുന്നത് ശരിക്ക് റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കറ്റ് നേടിയ റിമോട്ട് പൈലറ്റുകളാണ്. റിമോട്ട് പൈലറ്റുകൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ റിമോട്ടായിട്ട് പൈലറ്റിംഗ് ചെയ്യുന്ന ആളുകൾ. റിമോട്ട് പൈലറ്റ് ലൈസൻസും ഉണ്ട്, റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ചോദിക്കും ഇത്രമാത്രം സാങ്കേതികമായ പ്രശ്നങ്ങൾ വരുന്നൊരു സാധനമാണോ ഇത്? ഡ്രോണുകൾ ഒരു കളിപ്പാട്ടം പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമൊന്നുമല്ല നിലവിലെ നിയമങ്ങൾക്ക് അനുസരിച്ച്. മുമ്പ് അങ്ങനെ ഭയങ്കര നിയമചട്ടക്കൂട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിയമങ്ങളും റെഗുലേഷൻസും കൊണ്ടുവന്ന് കർശനമായിട്ട് നിയന്ത്രിച്ചിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ആളുകൾ ഡ്രോണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ പിഴയുണ്ടാവും. അതുകൊണ്ട് അതൊരു കരിയറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു. ലക്ഷങ്ങൾ, ഒരു 2-3 ലക്ഷം ആളുകളുടെ ഒഴിവെങ്കിലും അടുത്ത 5 കൊല്ലത്തേക്ക് ഇന്ത്യയിലുണ്ടാവും. അടുത്ത 1 കൊല്ലത്തിനുള്ളിൽ ഏകദേശം 1 ലക്ഷം ഡ്രോൺ പൈലറ്റുമാരുടെ ആവശ്യമാണ് ഇന്ത്യയിൽ ഉണ്ടാവാൻ പോകുന്നതെന്നാണ്. നമുക്ക് ആകെ ഉള്ളത് 66 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഈ റിമോട്ട് പൈലറ്റിംഗ് ലൈസൻസിന് വേണ്ടി ആളുകളെ പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ റിമോട്ട് പൈലറ്റിംഗ് സർട്ടിഫിക്കേഷന് വേണ്ടി ആളുകളെ പ്രിപ്പയർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആകെ 66. ഇതിന് പരിശീലനം കൊടുക്കാൻ സർട്ടിഫൈഡ് ആയ ആളുകളാകെ 461 പേരേ ഉള്ളൂ എന്നാണ് വസ്തുത. നോക്ക്, ഇനി വരുന്ന ഒരു 4-5 വർഷത്തിനുള്ളിൽ ഡ്രോൺ പൈലറ്റുമാരുടെ റിക്വയർമെൻറ്റ് കൂടും. രസകരമാണ് ഇതിൻ്റെ സാങ്കേതിക വിവരങ്ങൾ. നോക്ക്, ആകെ 10ാം ക്ലാസ് പാസ്സായാൽ മതി. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ കോഴ്സ് പഠിക്കാം. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന 66 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരെണ്ണം കേരളത്തിൽ കാസർഗോഡ് ജില്ലയില്ല. കാസർഗോഡ് ജില്ലയിൽ വിദ്യാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഓട്ടോണമസ് അൺമാൻഡ് ഏരിയൽ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ സ്ഥാപനത്തിൽ ഈ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഡ്രോൺ പറത്താനുള്ള 25 കിലോ വരെ ഭാരമുള്ള ഡ്രോണുകൾ പറത്താനുള്ള, സ്മോൾ ഡ്രോണുകൾ എന്ന് വേണമെങ്കിൽ പറയാം, അത് പറത്താനുള്ള പ്രിപ്പറേഷൻ ട്രെയിനിങ് കൊടുക്കുക, അതിൽ സർട്ടിഫിക്കേഷൻ കൊടുത്ത് ലൈസൻസ് ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥാപനം. ദെൻ കേരളത്തിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി 65 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏറ്റവും കൂടുതലുള്ളത് കർണാടകയിലാണ്. 8 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവിടെ ഉള്ളത്. തമിഴ്നാട്ടിൽ ഏകദേശം 5-6 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ആന്ധ്ര തെലങ്കാനകളിലായിട്ട് 8-9 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൂടെ നമുക്ക് ഈ ട്രെയിനിങ് നടത്തി ഡ്രോൺ പറത്തുന്ന പൈലറ്റായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. ഈ ഡ്രോൺ പറത്തുന്ന പൈലറ്റ് എന്ന് പറയുമ്പോൾ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്ന് പറയും, UAV എന്നാണ് പൊതുവേ ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ അത് നമ്മൾ വിളിക്കുന്നത്, മൊത്തത്തിൽ അതിനെ യൂസ് ചെയ്യുന്ന ഡ്രോണുകളായിട്ടാണ്. ഈ ഡ്രോണുകൾ അല്ലാത്ത അത്തരം അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകളുണ്ട്, കുറച്ചുകൂടി വലിയ ക്രാഫ്റ്റുകളൊക്കെ അതിൽ പെടാം. ഓട്ടോണമസ് ക്രാഫ്റ്റുകൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മറ്റൊരർത്ഥത്തിൽ നമുക്കതിനെ വിളിക്കാം. നമ്മുടെ മുമ്പിൽ ദൃശ്യമായ ഡ്രോണുകൾ പരത്താൻ പറ്റുന്ന പൈലറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇത്തരം സംവിധാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്ക്, ഇനി വരാൻ പോകുന്ന കരിയറുകളിൽ സാങ്കേതികമായിട്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ട്രെയിൻഡായി വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ഏതാണ്ട് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ട്രെയിൻഡ് ആവാൻ പറ്റുന്ന ട്രെയിനിങ് പ്രൊസീജിയറാണ് ഇവർക്കുള്ളത്. ഈ ട്രെയിനിങ് പ്രൊസീജിയറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേക പെർട്ടിക്കുലർ സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് പഠിപ്പിച്ച് ഈ ലൈസൻസ് നിങ്ങൾക്ക് തരും. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകളുടെ പൈലറ്റാവാം. മറ്റൊരർത്ഥത്തിൽ നിങ്ങൾക്ക് റിമോട്ട് പൈലറ്റുകളാവാം. ഭയങ്കര പൈസയൊക്കെ കൊടുത്ത് 45 ലക്ഷം, 50 ലക്ഷം, 60 ലക്ഷമൊക്കെ കൊടുത്ത് പൈലറ്റ് ആവാൻ പറ്റാത്ത ആളുകൾക്ക് താഴെ, വിമാനത്തിനുള്ളിലില്ലാതെ താഴെ നിന്നുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന പൈലറ്റായി മാറാം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏകദേശം ഒരു 40,000-50,000 രൂപ വരെ മാത്രമേ ഫീസ് വരുന്നുള്ളൂ എന്നതാണ് ഈ കോഴ്സുകളുടെ ഒരു പ്രത്യേകത. താല്പര്യമുള്ള ആളുകൾ ഡ്രോൺ ട്രെയിനിങ് അല്ലെങ്കിൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസിൻ്റെയോ അല്ലെങ്കിൽ റിമോട്ട് പൈലറ്റ് ലൈസൻസിങ്ങിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്ത് പഠിച്ച് ഡ്രോൺ പൈലറ്റ് ആവുക വരാൻ പോകുന്ന കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കരിയറാണ് ഇത് എന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.